ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രം കുഡ് ഡിസൈൻ. അപ്പൊ ഇത് പുതിയൊരു കളക്ഷൻ ആണ്. മൊഡാൾ സിൽക്കിൽ വരുന്ന സൂപ്പർ ഒരു പീസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഈദ് കളക്ഷന്റെ പുതിയൊരു അപ്ഡേറ്റ്സ് ആണ്. കാരണം വെച്ചാൽ പർച്ചേസ് ചെയ്തിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഞാൻ കയ്യിൽ കൊണ്ടുവന്ന ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പർച്ചേസിങ്ങിന്റെ വ്ളോഗും ഇതൊക്കെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഡൽഹിയിലുള്ളൊരു റെഗുലർ കസ്റ്റമറാണ്. ആളെ മീറ്റ് ചെയ്തതും അങ്ങനെ കുറച്ച് ആൾ തന്ന കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ. അപ്പൊ ആരും കാണാൻ മിസ്സാക്കരുതേ, നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കരുത്. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ അന്ന് പോകുമ്പോൾ ഒക്കെ എടുത്തു വെച്ചതായിരുന്നു. കുറച്ച് ദിവസമായി ഒരാഴ്ചത്തോളം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കളക്ഷൻ സൂപ്പർ പീസാണ്. മൊഡാൾ സിൽക്ക് മെറ്റീരിയലിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ പ്ലെയിൻ വിത്ത് അജ്രഫ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത ദുപ്പട്ട നമ്മൾ നോർമലി കാണിക്കാറുള്ളത്. ഇത് സെറി പല്ലു വരുന്ന പ്ലെയിൻ ആണ്. ഇത് മിക്സ് ആൻഡ് മാച്ചിന്റെ ഒരു കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പീസ് സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC സൗകര്യവും പോസ്റ്റൽ സൗകര്യം ഉണ്ട്. നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റിഫണ്ടിങ്ങോ അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലത്തെ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതും ഞാനൊരു മാച്ചിങ് ടൈപ്പ് ദുപ്പട്ട ഇതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലത്തെ ഏത് കളേഴ്സിന്റെ കൂടെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഇതായിരിക്കില്ല, ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ യെല്ലോയുടെ കൂടെ ഗ്രീൻ ആയിരിക്കും ഒന്നും കൂടെ മാച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഗ്രീൻ അങ്ങനെ കോമ്പിനേഷൻ നിങ്ങൾക്ക് തന്നെ അതാണ് ഒരു സുവർണാവസരം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഏതാണോ മാച്ച് ആവുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഇത് യെല്ലോ വയലറ്റ് എന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് വയലറ്റ് ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് ഫേസിലേക്ക് മാച്ച് ആവാത്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ദുപ്പട്ട ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഈ ഒരു സെറ്റിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. 5 മീറ്റർ ആണ് വരിക. മൊഡാൾ സിൽക്കിന്റെ ടോപ്പും ബോട്ടും കൂടെ നമ്മൾ നോർമലി ജാം കോട്ടണിലും മറ്റേ ബംബേർഗ് സിൽക്കിലൊക്കെ ചെയ്യാറുണ്ട്. ടോപ്പും അതുപോലെ തന്നെ ബോട്ടും പ്രിന്റഡ് പാറ്റേണിൽ സെയിം പ്രിന്റിൽ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതേപോലെ ഇത് 5 മീറ്ററിന്റെ ഒരൊറ്റ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് സൽവാർ സെറ്റോ ഗൗണോ ഇനി എല്ലാ അനാർക്കലി പാറ്റേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. പിന്നെ മെയിൻ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പർച്ചേസ് ചെയ്തിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് കയ്യിൽ കൊണ്ടുവന്ന ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഐറ്റംസുകളൊക്കെ ഓൺ ദ വേ ആണ്. ഐറ്റം നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ടൊക്കെ ഡിസ്പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ഒരു 2 വീക്ക് ടൈം എന്തായാലും എടുക്കും. 2 വീക്സ് വർക്കിംഗ് ടൈം എടുക്കും കേട്ടോ. അത് നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടണം എന്നാണെങ്കിൽ. പിന്നെ ഇതിൽ പ്രീ ബുക്കിംഗ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ 1 മന്ത് ടൈം ആയിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യണം. നമ്മുടെ ഈദ് കളക്ഷനിലേക്കല്ല, ഈദിലേക്കല്ല. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഇത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് കറക്റ്റ് ആണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് ആണെങ്കിൽ 1 മന്ത് ടൈം എടുക്കും. എന്തായാലും നമുക്ക് ഇതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിലായിരിക്കും പ്രീ ബുക്കിങ്ങിന്റെ ഐറ്റം വരിക കേട്ടോ. അപ്പൊ അത്രയുടെ പോരുന്നവരുന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗോൾഡൻ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് കേട്ടോ. ഇത് 5 മീറ്റർ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇത് വേറെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ളത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. സൽവാർ സെറ്റ് മാത്രമല്ല, ഗൗണോ അല്ലെങ്കിൽ ഇനി അനാർക്കലിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ടോപ്പും ബോട്ടം കൂടെ 5 മീറ്റർ ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് കണ്ട, ദുപ്പട്ടയുടെ കളർ വരുന്നത് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. വയലറ്റ് കളറിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷന്റെ കൂടെ ഈ യെല്ലോ ദുപ്പട്ടനെ ചൂസ് ചെയ്യാം, ബ്ലാക്ക് ദുപ്പട്ട ചൂസ് ചെയ്യാം, ഡാർക്ക് ഗ്രീൻ ദുപ്പട്ട ചൂസ് ചെയ്യാം. ഞാൻ ആ ദുപ്പട്ടയുടെ കളേഴ്സ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. എല്ലാതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. മിക്സ് ആൻഡ് മാച്ച് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് ഈ യെല്ലോയിലേക്ക് ഗ്രീൻ മാച്ച് ആയിരിക്കും. ഞാനിട്ട് ഈ മെറൂൺ കളർ മാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് മെറൂൺ കളറും ഗ്രീനും കൂടെ വരുന്നതാണ്. 5 മീറ്റർ ആണ്. പ്യോർ മൊഡാളിൽ വരുന്ന പീസാണ് 5 മീറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ദുപ്പട്ട വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. ഞാൻ ഇതിലേക്ക് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് ബ്ലാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഏതാ നിങ്ങൾക്ക് ഈ മസ്റ്റാർഡ് യെല്ലോ കളർ കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇതാ ബ്ലാക്കിലേക്ക് മെറൂണിലേക്ക് പിന്നെ അങ്ങനത്തെ ഒക്കെ ഷെയ്ഡുകൾ. മെറൂണിലേക്ക് ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഏതാണെന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ അടുത്തത് വരുന്നത് നല്ലൊരു ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിംഗ് ആയിട്ടുള്ള ഒരു മെറൂൺ കളർ വിത്ത് ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്ന ദുപ്പട്ടയും കൂടെ കേട്ടോ. അതാണ് വരുന്നത് കോമ്പിനേഷൻ. ഇനി എല്ലാം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഇഷ്ടമില്ല, സിംഗിൾ ഷെയ്ഡ് മതിയെങ്കിൽ സെയിം ഇപ്പൊ ഞാൻ ഇട്ട ഈ മെറൂൺ ദുപ്പട്ട ഉണ്ടല്ലോ കണ്ടാ, ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ കോമ്പിനേഷൻ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണോ? അതെ, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഡാർക്ക് ഗ്രീൻ ടോപ്പും അതിലേക്ക് മെറൂൺ കളർ ദുപ്പട്ടയും കൂടെ വരികയാണ്. ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട വരും. സോറി, ടോപ്പും ബോട്ടും കൂടെയാണ്. 5 മീറ്റർ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ചെയ്യാൻ പറ്റുന്നുണ്ട്. അനാർക്കലിയോ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. 5 മീറ്റർ ഉണ്ടല്ലോ, കട്ട് ചെയ്തിട്ടല്ല, ഒരൊറ്റ മെറ്റീരിയലായിട്ടായിരിക്കും ഉണ്ടായിരിക്കും 5 മീറ്ററിന്റെ.
അതിലേക്ക് പ്യോർ മൊഡാളിൽ വരുന്ന ടിഷ്യൂ ബോർഡർ വരുന്ന വിത്ത് ടെസൽസ് വെച്ചിട്ടുള്ള ദുപ്പട്ടിയാണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനിലേക്ക് ഒരു ബേക്ക്ഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സെയിം ടോപ്പിന്റെ സെയിം ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ യെല്ലോ കളർ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഏതാ യെല്ലോ ഷെയ്ഡ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന കളറാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ചിലതിൽ ദുപ്പട്ടയിലായിരിക്കും കളറായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക, ടോപ്പിന്റെ കളർ ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ല അത് സെറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ കളർ പറഞ്ഞാൽ മതി, അതിന് ഭയങ്കര വെറൈറ്റി കളേഴ്സ് ഒന്നും ഇല്ലല്ലോ, കോമൺ കളേഴ്സ് അല്ലല്ലേ. അടുത്തത് യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിലേക്ക് സിംഗിൾ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സെയിം കളർ ദുപ്പട്ട സെലക്ട് ചെയ്യാം. ഓക്കെ, സെയിം ഷെയ്ഡ് ദുപ്പട്ട ഉണ്ട്, പക്ഷേ ഞാൻ എടുത്തു വെച്ചതിൽ ഈ സെയിം ഷെയ്ഡ് ദുപ്പട്ട പെട്ടിട്ടില്ല. അതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയാനുള്ളത്. ഈ ഒരു കളറിലുള്ള ദുപ്പട്ടത്തിൽ പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡ് സെയിം തന്നെ ഈ കളർ തന്നെ ടിഷ്യൂ ബോർഡറും കൂടെ വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി അല്ല ഇതിലേക്ക് ഡാർക്ക് ഗ്രീൻ അങ്ങനെ ചൂസ് ചെയ്യാം. ഞാൻ പെട്ട മെറൂൺ കളർ സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പക്ഷെ നല്ലൊരു അടിപൊളി ഒരു കൺസെപ്റ്റാണ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ടോപ്പ് ഇതും പ്ലെയിൻ ആയിട്ട് ഞാൻ ഇത് വർക്ക് ചെയ്ത് കൂടെ കാണിച്ചു തരാം. അതിന്റെ എമൗണ്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ വരുന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി. നെക്കും സ്ലീവും വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് എമൗണ്ട് ആണ്, സ്ലീവ് മാത്രമാണെങ്കിൽ വേറൊരു എമൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ വിത്ത് ബ്ലാക്ക് കളറിൽ വരുന്ന ദുപ്പട്ട. 2.5 മീറ്റർ ആയിരിക്കും. മൊഡാൾ സിൽക്കിന് ടിഷ്യൂ ബോർഡേഴ്സ് വരുന്ന ദുപ്പട്ട കേട്ടോ. അടുത്തത് വരുന്നത് ഞാനിപ്പോൾ ഇട്ടുള്ള ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിംഗ് ആയിട്ടുള്ളൊരു മെറൂൺ കളറാണ് വിത്ത് ബ്ലാക്ക് കളറിൽ വരുന്ന ദുപ്പട്ട. അപ്പൊ നിങ്ങൾക്ക് സെയിം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് അല്ല, സിംഗിൾ ഷെയ്ഡ് മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ കൊടുക്കാം. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കാണിച്ചിട്ടുണ്ടോ ഡാർക്ക് ഗ്രീനിൽ. ഓക്കെ, അപ്പൊ 5 മീറ്റർ ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം മൊഡാൾ സിൽക്കാണ് വരുന്നതും പ്യോർ മൊഡാളിൽ വരുന്നതാണ് വിത്ത് പ്ലെയിൻ വിത്ത് സെറി പല്ലു അല്ലെങ്കിൽ ടിഷ്യൂ പല്ലു വരുന്ന ദുപ്പട്ട കേട്ടോ. ഓക്കെ, ഗോൾഡൻ ടിഷ്യൂ ആണ് വിത്ത് ടെസൽസ് ആണ്. ഇതിലേക്ക് മെറൂൺ കളർ, ഡാർക്ക് ഗ്രീൻ, ബ്ലാക്ക്, പിന്നെ ഏതാ യെല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇൻഡിഗോയും അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ഒരു പേസ്റ്റൽ ബ്ലൂ അല്ലെങ്കിൽ ഐസ് ബ്ലൂവിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ് വരുന്നതാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് സെയിം ഷെയ്ഡ് ഒരു എടുത്ത് ആ ബ്ലൂ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ഷെയ്ഡ് എന്ത് ചെയ്യാൻ പറ്റും, മേലുള്ളത് സെയിം ഷെയ്ഡും യൂസ് ചെയ്യാം. ഇനി എല്ലാ കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ നോക്കി നോക്കിയേ, ഇത് സെയിം ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ആ ഒരു ലുക്ക് എന്നുള്ളത് കേട്ടാ. ഇങ്ങനെ സെയിം ഷെയ്ഡ് പറയാം. ഇനി അല്ല ജസ്റ്റ് ഓപ്പോസിറ്റ് ഞാൻ ഇട്ട പോലെ മെറൂൺ കളർ പറയാം. അല്ല ഇത് നോക്കി നോക്കിയേ, ഈ ഒരു കോമ്പിനേഷൻ ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത്. ഉണ്ടോന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഇല്ല, അതാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇത് ഡസ്റ്റി ബ്ലൂ ഷെയ്ഡ് കൂടെ വരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കും കൺഫ്യൂസിങ് അല്ലാതെ തന്നെയാണ് എന്റെ വിചാരം. ഓരോ കളറും സെയിം കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏത് ദുപ്പട്ട വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിലൊരു ദുപ്പട്ട മാത്രം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട മാത്രം. പക്ഷെ ആ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതുപോലെ ഒരു സെറി പല്ലു വരുന്ന ഇതായിരിക്കും കേട്ടോ. അപ്പോൾ കോമ്പിനേഷൻ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതാണ് വരുന്നത് ഒരു കോമ്പിനേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി ഒരു ഇതായിരിക്കും കേട്ടോ. കാരണം അധികം ആളുകൾക്കും പ്ലെയിൻ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ പേഴ്സണലി പ്ലെയിൻ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും കൂടെ നമ്മൾ തിന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് സ്ലീവിൻ്റെ വർക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രയും സ്ലീവിന് ഇത്ര ഹെവി വർക്ക് ആണെങ്കിൽ നമുക്ക് 900 ആണ് കോസ്റ്റ് വരുന്നത്. ഇതിൽ കുറച്ചിട്ടും ചെയ്യാം. ഇത്ര ഹെവി വേണ്ട. ഒരു 1 ഇഞ്ച് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കോസ്റ്റ് ഡിഫറൻസ് വരും കേട്ടോ. എന്തായാലും ഒരു 600-700 എബോ ആയിരിക്കും കോസ്റ്റ് വരിക. 700 എല്ലാ പീസും കൂടെ ഒപ്പം ഓർഡേഴ്സ് വരുന്നതനുസരിച്ച് നമുക്ക് കോസ്റ്റ് ഡിഫറൻസ് വരും. കാരണം ഒരു ബൾക്ക് പ്രൊഡക്ഷനിലുള്ളതിന്റെ കോസ്റ്റും സിംഗിൾ അല്ലെങ്കിൽ ഒരു 4-5 പീസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് നമ്മൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളിത് ഹാൻഡ് വർക്ക് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും നമ്മുടെ റേഞ്ചിൽ ഡിഫറൻസ് വരും, കുറവ് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പീസ് ഇത്രയും ഒരു 4 ഇഞ്ച് വിഡ്ത്തിൽ ചെയ്യണം എന്നാണെങ്കിൽ 900. ഒരേ കളറിലാണെങ്കിൽ അതുണ്ട്. കാരണം നമുക്ക് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുന്ന സമയം തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും ഒരു ഐറ്റം ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മൾ ഡിസൈനർ വെയർ ഡ്രസ്സുകൾക്കൊക്കെ എക്സ്ട്രാ എമൗണ്ട് ആവുന്നത്. കാരണം സ്പെഷ്യലി ആ ഒരു ഐറ്റത്തിന് മാത്രമാണ് ആ പീസുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ
ക്രോഡീകരിച്ച് വർക്ക് ചെയ്യണത് കേട്ടോ. അടുത്തത് ഒരു പർപ്പിൾ കളറിൽ വരുന്നതാണ്. അത് നല്ല അടിപൊളി പർപ്പിളാണ്. ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷൻ എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയോ? നമ്മുടെ ആ ഒരു യെല്ലോ ഷെയ്ഡ് ഇല്ലേ, ഒരു മസ്റ്റാർഡ് യെല്ലോ, അത് നമ്മൾ കാണിച്ചു പോകുന്നതല്ലേ, ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മസ്റ്റാർഡ് യെല്ലോ കൊടുക്കാം. കോമ്പിനേഷൻ കാണിച്ചില്ല, ഫസ്റ്റത്തെ കോമ്പിനേഷൻ അതല്ലേ, എന്നാൽ മസ്റ്റാർഡ് യെല്ലോ കാണിച്ചിട്ടുണ്ട്, ആ കോമ്പിനേഷൻ കൊടുക്കാം. അല്ല ടോൺ ടു ടോൺ ആ സെയിം ഷെയ്ഡ് നമുക്ക് ഏതാണോ കോമ്പിനേഷൻ വരുന്നത് അതിന് മാച്ചിങ് ആയിട്ട് സെയിം ദുപ്പട്ട വരുന്നത് അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ രണ്ടെണ്ണമാണ് പർപ്പിളിലേക്ക് മാച്ച് ആവുന്നത്. പർപ്പിളിലേക്ക് മാച്ച് വരുന്നത് ഫസ്റ്റ് വൺ ഇതാണ്, സെയിം കളർ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് കേട്ടോ. അപ്പൊ അങ്ങനെ. പിന്നെ അടുത്തത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ബ്ലൂവിനെക്കാളും ഒന്നും കൂടെ ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നത്. നേരത്തെ കാണിച്ച ഒരു ഡസ്റ്റി ഷെയ്ഡിൽ വരുന്ന ബ്ലൂ ആയിരുന്നു. ടോപ്പ് സെയിം തന്നെയാണ്, ഇൻഡിഗോ. 5 മീറ്റർ ആയിരിക്കും ടോട്ടൽ മെറ്റീരിയൽ വരിക. ജസ്റ്റ് ഒരു സിംഗിൾ പീസ് ആയിട്ടായിരിക്കും മെറ്റീരിയൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗൗണോ അനാർക്കലിയോ ഒക്കെ പാറ്റേൺ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒന്നും കൂടി ഒരു ലൈറ്റ് ടോണിൽ വരുന്ന ദുപ്പട്ടയാണ്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക്, ലൈറ്റ് ബ്ലൂ എന്നല്ല, ഒരു എക്കോ ബ്ലൂ കളറിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്ത് പോവും, നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ ഇതിലേക്ക് മാച്ച് ആയിരിക്കും, പറഞ്ഞല്ലോ ഇപ്പോൾ. അതുപോലെ വരുന്ന ഞാൻ റെഡ് മാച്ച് ആയിരിക്കും. റെഡ് എന്നുള്ളത് എപ്പോഴും ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിങ് വരുന്നതാണ്, അത് മാച്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. കളർ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്കും ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിംഗ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡും കൂടെ വരുന്നതാണ്. ബ്ലാക്ക് കളറിൽ 5 മീറ്റർ ആയിട്ടുള്ള പ്യോർ മൊഡാളിൽ വരുന്ന സിംഗിൾ കട്ടിങ്ങിൽ വരുന്ന പീസാണ്. 5 മീറ്റർ ആയിരിക്കുമല്ലോ ആണ് കേട്ടോ ടോപ്പ് വരുന്നത്. ഇതിലേക്ക് കോമ്പിനേഷൻ ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്കിലേക്ക് ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യാം, അത് ഞാൻ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിലേക്ക് കോമ്പിനേഷൻ വരുന്നത്. ബ്ലാക്കിലേക്ക് ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഇതിൽ കാണിച്ച ഏത് ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഏതൊക്കെയാണ് കാണിക്കാന്ന് പറഞ്ഞത്, ബ്ലാക്കിലേക്ക് ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്കിലേക്ക് ബ്ലാക്ക് ഷെയ്ഡും കൂടെ കാണിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയൊക്കെ സിംഗിൾ ഷെയ്ഡ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരിക. എക്സ്ട്രാ സ്ലീവിലേക്കും നെക്കിലേക്കും വർക്ക് ചെയ്ത ഭംഗി ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നെക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഷോൾഡറുള്ള സമയത്ത് കവറാവും. അപ്പോൾ നെക്കിലേക്ക് വേണമെന്നില്ല, സ്ലീവിലേക്ക് മാത്രം ചെയ്താലും ഓക്കെയാണ് കേട്ടോ. ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഞാൻ പർപ്പിൾ കളറിന്റെ കൂടെ ഒരു യെല്ലോ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യെല്ലോ കോമ്പിനേഷൻ കാണിച്ചിട്ടില്ല. ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദുപ്പട്ട എൻ്റെ ഇതിൽ പെട്ടിട്ടില്ല, അത് ലഗേജിലായിരിക്കും, നമ്മൾ അയച്ചിട്ടുള്ളതിലായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ്, ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ടോപ്പിന്റെ കൂടെ വയലറ്റ് ദുപ്പട്ട വെച്ചിട്ട്, ഇത് വയലറ്റ് ടോപ്പിന്റെ കൂടെ യെല്ലോ ദുപ്പട്ട, ഇങ്ങനെ ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ട്. ലാസ്റ്റ് വണ് ഞാൻ ഇട്ടതാണ് ടാൻ ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ ഓപ്ഷൻ എടുക്കാം, ബ്ലാക്ക് മാച്ചിങ് ആക്കാം. അപ്പൊ ഞാനിട്ടതിന് സെയിം കളർ ഇല്ല, അതിന് കോൺട്രാസ്റ്റ് ഷെയ്ഡുകളേ ഉള്ളൂ. ഈ ഒരു സിംഗിൾ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത്. ഇതിന് മാച്ചിങ് ആയ ദുപ്പട്ട സെയിം ഷെയ്ഡിലില്ല. അതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഓക്കെ, ഡാർക്ക് ഗ്രീൻ ഉപയോഗിക്കാം. അതുപോലെ ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ്, അത് യൂസ് ചെയ്യാം. അല്ല ബ്ലാക്ക് ഉപയോഗിക്കണമെങ്കിൽ ബ്ലാക്ക് ഓക്കെയാണ്. എല്ലാ കളേഴ്സും ഇതിലേക്ക് ഓക്കെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് 3 കളർ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, കളർ മാത്രം പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്കും ബൈ.